സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ പ്രജ്ഞാപുരാണം എന്ന ആ ഒരു പുസ്തകത്തിലെ ചില പ്രധാന ചിന്തകളാണ്. അദ്ദേഹം ഇന്ത്യയിലെ വളരെ ശ്രദ്ധേയനായ ഒരു ആത്മീയ ഗുരുവാണ്, അറിയാലോ? അതെ, തീർച്ചയായും. അപ്പോ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സഹായിക്കും, പിന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതിലെ അറിവുകൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം, അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ശരിയാണ്. ഈ ചർച്ച നിങ്ങൾക്കും കൂടെ വേണ്ടിയുള്ളതാണ്. നമുക്ക് അപ്പോൾ ഒരുമിച്ച് ഇതിലേക്ക് കടക്കാമല്ലേ? തുടങ്ങാം. ഈ പുസ്തകത്തിലെ ഒരു പ്രധാന ആശയം ലോകകല്യാണമാണ്, അതായത് പൊതുവായ നന്മ. അതെ. ശ്രീരാം ശർമ്മ ഇതിനെ കാണുന്നത് വെറും ഒരു നല്ല കാര്യം എന്നതിനപ്പുറം ഒരു പരമധർമ്മം എന്ന നിലയ്ക്കാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്കും സുഖങ്ങൾക്കും മുകളിൽ സമൂഹത്തിന്റെ നല്ലതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അതെ, അത് വളരെ പ്രധാന പോയിന്റാണ്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കാര്യം മാത്രമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഈ ലോക നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ശരിക്കും നമ്മളെ തന്നെയാണ് വളർത്തുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊരു മാറ്റം വരും. അതെ, ഒരു ആന്തരികമായ വളർച്ച. ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെക്കുക, അതിലൊരു പ്രത്യേക സംതൃപ്തിയുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ഈ ഞാൻ, എന്റേത് എന്ന ചിന്ത കൂടുമ്പോൾ ഇത് ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. വ്യക്തിത്വത്തെ നല്ല രീതിയിൽ മാറ്റാൻ ഇത് സഹായിക്കും. ശരിയാണ്. അതിനൊരു നല്ല ഉദാഹരണമാണ് ആ ബ്രഹ്മസരോവർ കഥ, അല്ലേ? അതെ. ആളുകൾ പുണ്യസ്ഥലം തേടി ഇങ്ങനെ പോകുമ്പോൾ ശരിക്കുള്ള ഈശ്വര സാന്നിധ്യം അല്ലെങ്കിൽ പുണ്യം അത് കഷ്ടപ്പെടുന്നവരെ, പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴാണ് കിട്ടുന്നത് എന്ന് പറയുന്നു. അതെ, തീർത്ഥാടനങ്ങളെക്കാളും വലുതാണ് ആ ഒരു സേവനം. അതിലൂടെയാണ് മനസ്സിന് ഒരു ശുദ്ധി വരുന്നത്. ആന്തരിക ശുദ്ധി. അത് വെറും യാത്ര കൊണ്ട് കിട്ടില്ല എന്നുള്ളത് ചിന്ത രസകരമാണത്. അതുമാത്രല്ല, നമ്മുടെ മുൻഗണനകള് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ കഥ. നമ്മൾ എന്തിനാണ് വില കൊടുക്കുന്നത്? പുറമേ കാണുന്ന കാര്യങ്ങൾക്കോ അതോ ഉള്ളിലുള്ള മാറ്റത്തിനോ? അതുപോലെ തന്നെയുള്ള ഒന്നാണ് പ്രതിമയും പാണ്ഡയും എന്ന ഭാഗം. അതെ അതെ. പുറമേയുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ പണം വാങ്ങിച്ച് ഇടനിലക്കാരായി നിൽക്കുന്നവർ, അതിനൊക്കെ അപ്പുറത്താണ് ശരിക്കുള്ള ഭക്തിയെന്ന്. ഭക്തി എന്നത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ്. പ്രതിമയൊക്കെ ഒരു ചിഹ്നം മാത്രം. ദൈവവുമായുള്ള ബന്ധം അത് നമ്മളും ദൈവവും തമ്മിലുള്ളതാണ്. വളരെ പേഴ്സണലാണ്. ഈ ദ്വാരപാലകന്റെ കഥയും അതും ഇത് തന്നെയല്ലേ പറയുന്നത്? അതേ ആശയം തന്നെ. അഹങ്കാരിയായ രാജാവിനങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. പക്ഷേ വിനയത്തോടെ സേവനം ചെയ്യുന്ന സാധാരണക്കാരനായ ഭക്തനെ അവനെ അകത്തേക്ക് വിടുന്നു. അതെ, ദൈവം നോക്കുന്നത് നമ്മുടെ പുറമെയുള്ള പദവിയോ പണമോ ഒന്നുമല്ല, ഉള്ളിലെ വിനയം, ആ ഒരു നന്മ, അതിനാണ് വില. മാറ്റങ്ങൾ ഇത് വെറും ഒരു ആത്മീയ കാര്യം മാത്രമല്ല, അല്ലേ? അല്ല. ഇന്നത്തെ സമൂഹത്തില് നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പരസ്പരം ബഹുമാനമില്ലായ്മ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാനുള്ള മനസ്സില്ലായ്മ. അങ്ങനെയുള്ള ഈ സമയത്ത് ഇത്തരം മൂല്യങ്ങൾക്ക് അതിനു വലിയ പ്രാധാന്യമുണ്ട്. വ്യക്തികൾ നന്നായാലേ സമൂഹം നന്നാവൂ. അതുകൊണ്ടാണ് ഈ അറിവ് ശരിക്കും പറഞ്ഞാൽ നീഡ് ഓഫ് ദി അവർ ആണ്. ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ സഹായിക്കുന്ന ഒരു കാര്യം ഈ പുസ്തകം ഇംഗ്ലീഷിലും കിട്ടും എന്നുള്ളതാണ്. അത് വളരെ നല്ല കാര്യമാണ്. ഭാഷ ഒരു പ്രശ്നമാവില്ല അപ്പോൾ. അതെ. അപ്പോ ഈ പ്രജ്ഞാപുരാണത്തിലെ വളരെ ചെറിയ ചില ഭാഗങ്ങൾ പോലും നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും ലോകത്ത് നല്ലത് ചെയ്യാനുമൊക്കെ എത്രത്തോളം പ്രചോദനം തരുന്നുണ്ടല്ലേ? ശരിയാണ്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മയുടെ ആ ഒരു ദീർഘവീക്ഷണം അതിൽ കാണാം. വളരെ പ്രായോഗികമായ അറിവുകളാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം വരുന്നുണ്ട്. എന്താണത്? ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഈ സേവനം, വിനയം, ആന്തരിക ശുദ്ധി, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? വെറുതെ കേട്ട് മറക്കാനുള്ളതല്ല ഇത്. ശരിക്കും ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും നല്ലൊരു ചിന്തയാണത്. അപ്പോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രജ്ഞാപുരാണം ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. വാങ്ങി വായിക്കാവുന്നതാണ്. തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ചിന്തകളെങ്കിലും നൽകിക്കാണുമെന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോ അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.